Assalamualaikum guys, welcome back to my channel. അപ്പോൾ നമ്മുടെ യുകെയിലെ ഒരു ഗ്രോസറി ഷോപ്പിംഗ് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് അസ്ത എന്ന് പറഞ്ഞ ഒരു വലിയൊരു സൂപ്പർ സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ ഗ്രോസറി കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മളെ യുകെയിലെ സാധനങ്ങളും നാട്ടിലത്തെ സാധനങ്ങളെ പ്രൈസ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ഫ്രൂട്ട്സിന്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ആപ്പിളിന്റെ റേറ്റ് നോക്കാം. ആർക്ക് ചെയ്തേക്കണേട്ട് ഇതിന്റെ റേറ്റ് 1.19, അതായത് നാട്ടിലത്തെ ഒരു 120 രൂപ, 79 രൂപയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൈസ് പറഞ്ഞത്. ഞാൻ 120 രൂപയുടെ ആപ്പിളാണ് എടുത്തത്. അതാണ് കുറച്ചുകൂടി ക്വാളിറ്റി. അതായത് ഈ ഒരു സെക്ഷനിൽ പകുതിയും ആപ്പിൾ തന്നെയാണ് തോന്നണം. നോക്കി അറ്റം വരെ ആപ്പിൾ തന്നെയാണ്. പല പല കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആപ്പിള് പല റേറ്റിലുമാണ്. അതായത് ഒരു നാട്ടിലത്തെ 70 രൂപ തൊട്ട് ഒരു 300-350 രൂപ വരെയുള്ള ആപ്പിൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പലതരം ഗ്രേപ്സ് ഉണ്ട്. ഈ ഒരു 3 കളറ് മിക്സ് ആയിട്ടുള്ള മുന്തിരിക്ക് 350 രൂപയാണ്. നാട്ടിലത്തെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് കേട്ടോ. എല്ലാവരും ഒന്നും ആപ്പിളിൽ നിന്ന് കണ്ണെടുക്കണില്ല. അങ്ങനെ നമ്മൾ പഴത്തിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അപ്പോൾ റോബസ്റ്റാണ് ഇവിടുത്തെ പഴം. അപ്പം ഞാനൊരു ബഞ്ചെടുത്ത് ഇതിന് 75 രൂപയാണ് നാട്ടിലത്തെ. പിന്നെ ഒരു മാങ്ങൻ്റെ റേറ്റ് നിങ്ങൾ നോക്കിയേ ഗൈസ്. അതായത് ഒരു മാങ്ങക്കാണ് 1.69 പൗണ്ട്. അതായത് ഒരു നാട്ടിലത്തെ ഏകദേശം ഒരു 170 രൂപയെങ്കിലും വരും ഒരു മാങ്ങക്ക്. 170 രൂപ കൊടുത്ത് ഞാൻ ഈ മാങ്ങ വാങ്ങണമെന്ന് നിങ്ങൾ തന്നെ പറ. വേണ്ടാലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. നമ്മളെ കൊച്ചിക്കാരുടെ സ്വന്തം കുമ്മട്ടിങ്ങയാണ്. കാസർഗോഡാണ് ഇതിനെ പറയണത് ബത്തക്ക എന്നാണ്. ബത്തക്ക അതിൻ്റെ റേറ്റ് കാണാത്തോണ്ട് ഞാൻ പൈനാപ്പിളിലോട്ട് വന്ന്. 190 രൂപേൻ്റെ ഒരു പൈനാപ്പിള്, 99 രൂപേൻ്റെ ഒരു പൈനാപ്പിളൊക്കെയാണ്. പക്ഷെ ഞാനത് മേടിച്ചില്ല. പിന്നെ ഒരു ഷമാമിന് 2 പൗണ്ട്, അതായത് 200 രൂപയുണ്ട് നാട്ടിലത്തെ. പലതരം വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു അവക്കാഡോൻ്റെ റേറ്റാണ് 95p, അതായത് നാട്ടിലത്തെ 95 രൂപയാണ് ഒരു അവക്കാഡോ. ഞാൻ അതെടുത്തില്ല. ഞാൻ 4 പീസ് തന്നെ ഒരു കോമ്പോണ് എടുത്തത് അവക്കാഡോൻ്റെ. അതിനെ കാണിച്ചു തരാം. ഇതാണ് 1.29, അതായത് ഒരു 4 പീസ് അവക്കാഡോക്ക് 130 രൂപയാണ് നാട്ടിലത്തെ. നെക്സ്റ്റ് ഒരു വെജിറ്റബിൾ ആണ്, ഒരു ഗ്രീൻ കളർ. എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. എന്നാലും 230 രൂപയാണ് നാട്ടിലത്തെ. ഇനി അടുത്തത് തക്കാളി എടുക്കാം നമുക്ക്. 6 തക്കാളിക്ക് 95 രൂപയാണ് നാട്ടിലത്തെ. എന്തായാലും കുഴപ്പമില്ല, ഇത് അത്യാവശ്യം റേറ്റ് കുറവാണ്. പിന്നെ 3 പറഞ്ഞ ഒരു ക്യാപ്സിക്കോണ് 180 രൂപയാണ് നാട്ടിലത്തെ. പിന്നെ 59 പൗണ്ട് ഒരെണ്ണത്തിന്. അപ്പം ഞാൻ ഒരെണ്ണമാണ് ചൂസ് ചെയ്തത്, റെഡ് കളർ ക്യാപ്സിക്കം. പിന്നെ തേങ്ങൻ്റെ വിലയിട്ട് നിങ്ങൾ നെട്ടും ഗായ്സ്. ഒരു തേങ്ങക്ക് 90p, അതായത് 90 രൂപയാണ് നാട്ടിലത്തെ ഒരു തേങ്ങക്ക്. പിന്നെ ക്യാബേജിന് 89p, അതായത് 89 രൂപ നാട്ടിലത്തെ. പിന്നെ കുക്കുംബറിന് 89p, അതായത് നാട്ടിലത്തെ 89 രൂപയാണ് ഒരു കുക്കുംബറിന്. പിന്നെ സെലറി 65p, 65 രൂപ നാട്ടിലത്തെ. നമ്മളെ നാട്ടിലും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടണ മല്ലിച്ചീരയൊക്കെ ഇവിടെ ചെടിച്ചട്ടിയിലാണ് പ്രൊവൈഡ് ചെയ്യണം. 100 രൂപയുണ്ട് നാട്ടിലത്തെ. പിന്നെ നമ്മൾ ഓഫർ കണ്ടാൽ എന്തായാലും പോലെ 1.5, അതായത് 150 രൂപക്ക് ഒരു കേക്ക് ബാർ. അപ്പോൾ 2 കേക്ക് ബാർ എടുത്ത് കണ്ട. ഈ ഒരു 2 കളറാണ് ഞാൻ എടുത്തത്, ഡാർക്ക് ചോക്ലേറ്റ് പിന്നെ വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് അങ്ങനെ എന്തോ. പിന്നെ ഈ ഒരു ഗ്രേപ്സിന് 200 രൂപയുണ്ട് നാട്ടിലത്തെ. ഇനി നമുക്ക് സവാള എടുക്കാം. ഇതിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് ഈ ഒരു 3 സവാളക്ക് 1 പൗണ്ട്, അതായത് നാട്ടിലത്തെ 100 രൂപയാണ്. പിന്നെ ഈ ഒരു ഇത്ര സവാളക്ക് ഒരു 6-8 എണ്ണമൊക്കെ ഉണ്ടാവും, അതിന് 95 രൂപയാണ് നാട്ടിലത്തെ. അത് 95p ആണ്. പക്ഷെ ഞാൻ ഇതെടുത്തില്ല. ഞാൻ ഈ ഒരു ഓഫർ എണ്ണോട്ട് ഇതാണ് എടുത്തത്. 2.60, അതായത് 260 രൂപക്ക് 4 കിലോ. പക്ഷെ ഇത് വെള്ള സവാളയാണ്, വൈറ്റ് കളറാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഇത് ഈ ഒരു മല്ലിച്ചീര ചെപ്പ് ഞാൻ ഇതാണ് എടുത്തത്. 100 രൂപ കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം എടുത്ത് ബ്രെഡ് സ്റ്റിക്ക് 55 രൂപയാണ് നാട്ടിലത്തെ. അപ്പോൾ ഒരു ബോക്സിനാണ് എടുത്ത്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ലിൻഡോറും ഫെറോറോഷറും പല വെറൈറ്റി ചോക്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ചോക്ലേറ്റിൻ്റെ റേറ്റ് നോക്കിയാൽ 740, 1300, 250, 640 പല റേഞ്ചസിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് സെക്ഷനിലോട്ടാണ് പോണത്. അപ്പോൾ ഫെയറിയാണ് നമ്മൾ മേടിക്കാൻ വന്നത്. അതായത് 1 പൗണ്ട് 2 പൗണ്ട്, അതായത് 100 രൂപ, 200 രൂപ, 300 രൂപ തൊട്ട് ഡിഷ് വാഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ 1 പൗണ്ട് 100 രൂപേൻ്റെ 2 എടുത്ത്. ഷുഗറിൻ്റെ റേറ്റ് ഒരു 89 രൂപയുണ്ട് 1 കിലോക്ക്. അപ്പോൾ ഞാൻ 1 കിലോ എടുത്ത്. നെക്സ്റ്റ് ഞാൻ പോയത് മിൽക്ക് സെക്ഷനിലോട്ടാണ്. 3.5 ലിറ്ററിന് ഏകദേശം ഒരു 230 രൂപയ്ക്ക് വരും കേട്ടോ നാട്ടിലത്തെ. ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അത് ഈ ഒരു വലിയൊരു ഡയറി മിൽക്കിന് 400 രൂപയുണ്ട് നാട്ടിലത്തെ. പിന്നെ 200 രൂപൻ്റെ ക്യാരമലിൻ്റെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഓയിലിൻ്റെ ഗീൻ്റെ സെക്ഷനിലോട്ട് പോവാം. 1 ലിറ്ററിൻ്റെ നെയ്ക്ക് 11 പൗണ്ട്, അതായത് 1100 രൂപയാണ് നാട്ടിലത്തെ.
അപ്പോൾ 5 ലിറ്ററിൻ്റെ ഓയിൽ സൺഫ്ലവർ ഓയിൽ 850 രൂപയാണ് നാട്ടിലത്തെ 8.5 പൗണ്ടാണ്. പിന്നെ ഒലീവ് ഓയിലും അങ്ങനത്തെ കുറേ സംഭവം വെളിച്ചെണ്ണ അങ്ങനത്തെയൊക്കെ ഉണ്ട്. ബസ്മതി റൈസിൻ്റെ റേറ്റ് ഒക്കെ നാട്ടിലത്തെ 2000 രൂപയാണ് 10 കിലോക്ക് വരുന്നത്. പല റേറ്റിലും അവൈലബിൾ ആണ് ഇവിടെ. ഇനി നമ്മളെ വെളിച്ചെണ്ണൻ്റെ റേറ്റ് ഒക്കെ 4.25, അതായത് 425 രൂപയാണ് നാട്ടിലത്തെ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ വെളിച്ചെണ്ണ കണ്ടില്ലേ കട്ട പിടിച്ചിരിക്കണാണ്. ഞാൻ വെളിച്ചെണ്ണയൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാണ്ട് സ്ട്രോളറിൻ്റെ മേളിൽ കയറിയിരിക്കണം. സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഹായ് ഒക്കെ പറയണേട്ടാ എൽഹാന്. നമ്മളെ പയറുവർഗ്ഗങ്ങളെ റേറ്റ് നോക്കിക്കേ, 400 രൂപയാണ് 1 കിലോൻ്റെ വെള്ളക്കടലക്ക്. പിന്നെ പരിപ്പിന് 400 രൂപ 1 കിലോക്ക്. പിന്നെ ഉഴുന്നിന് 350 രൂപ 1 കിലോക്ക്. അങ്ങനെ പല റേറ്റിലാട്ടാ. ഈ ഒരു 300, 400, 450 രൂപൻ്റെ ഒക്കെ റേറ്റാണ് എല്ലാ സാധനങ്ങളും. ഇനി പൊടികൾ നോക്കാം. 1 കിലോ ഗരം മസാലക്ക് 100 രൂപയാണ് നാട്ടിൽ. അപ്പോൾ 100 രൂപേൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഈ ഒരു 4 നാരങ്ങക്ക് റേറ്റ് പറഞ്ഞത് 100 രൂപേണ്ട നാട്ടിലത്തെ. അങ്ങനെ എൻ്റെ ഏകദേശം ഫില്ലായിട്ടുണ്ട് ട്രോളി. പിന്നെ ഈ ലിൻഡോറിൻ്റെ ഒരു ടെഡി ബെയറിൻ്റെ ചോക്ലേറ്റിൻ്റെ റേറ്റ് നോക്കിക്കേ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, വെറുതെ പൊള്ളയാണ്. 500 രൂപയാണ് ഇതിൻ്റെ സാധനത്തിൻ്റെ റേറ്റ്. ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മൾ സൂപ്പർ സ്റ്റോറിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫാർമസി ഉണ്ടാവും കേട്ടോ. അവിടെ കുറേ മെഡിസിൻസും കാര്യമൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ബേബി ക്ലോത്ത്സൊക്കെ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ്. വുമൺ ക്ലോത്തിങ്ങും പിന്നെ പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ്. അപ്പോൾ ഞാനൊരു ടോപ്പ് എടുത്തായിരുന്നു, ഒരു സീബ്ര ലൈൻ പോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു അടിപൊളി ടോപ്പ് എടുത്തായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇതിൽ കാണിക്കാം. ഈ ഒരു സെക്ഷനിന് 4th വണ്ണാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് എടുത്തത്. ഇതിന് പ്രൈസ് ഏകദേശം ഒരു 1400 രൂപേൻ്റെ ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് ജസ്റ്റ് 500 രൂപക്കാണ്ട് 5 പൗണ്ടിനാണ് കിട്ടിയത്. അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, ആ ഡ്രസ്സ് അങ്ങനെ എടുത്ത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോണത്. അങ്ങനെ നമ്മളെ ബസ് വന്ന് ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി വരുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീട് എത്തിയപ്പോഴത്തേക്കും ഒരു ബോബോ, കുട്ടി ബോബോ, ഇതിനൊരു 8 മാസമായതാണ് ആ ഓണർ പറഞ്ഞത്. നമ്മളോട് എടുത്തോന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തില്ല, എൽഹാനെ നോക്കിയിരിക്കണായിരുന്നു. വീട്ടിലെത്തിയിട്ട് ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി വെക്കലാണ്. അപ്പം നമ്മൾ സവാളയൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കബോർഡിലോട്ട് മാറ്റി വെക്കാനാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചീനതുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ എല്ലാം ചീത്തായി പോകല. റീഫിൽ ചെയ്തിട്ട് ഈ ഒരു കബോർഡ് ഇങ്ങനെ തുറക്കുമ്പോഴൊരു സുഖം ഉണ്ടല്ല, വേറെ തന്നെയാണ്. ഇത് പഴയ സവാള, ഇത് പുതിയത്, എല്ലാം നമ്മുടെ ജിഞ്ചർ ഗാർലിക്കൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ച് അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. പൊട്ടാറ്റോസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയും കൂട്ടി കഴിച്ച് അമ്മ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.